നമ്മുടെ മുമ്പിൽ പോകുന്ന വണ്ടിയാണ്, വളരെ പതിയെയാണ് പോകുന്നത്. ഇവിടെ അത്യാവശ്യം സ്പീഡിൽ ഹൈവേയിലോട്ട് കയറേണ്ടതാണ്, അപ്പം പതിയെ പോവാം. പക്ഷേ നമ്മൾ നല്ലൊരു ശതമാനം ആളുകൾ എന്തോ ചെയ്യും, നമ്മൾ പുറകെ ഇരുന്നുകൊണ്ട് ആ ഫ്രണ്ടിൽ പോകുന്നവരെ ഭയങ്കരമായിട്ടും ചീത്ത പറയും. നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവുക, ഫ്രസ്ട്രേറ്റഡ് ആവുക, അവനെ മാക്സിമം നമ്മുടെ ലൈഫിൽ പറയാവുന്നതൊക്കെ പറയും. നമ്മൾ ഒരു എക്സിറ്റൂടെ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ എക്സിറ്റ് എടുത്ത് പോകും, അല്ലെങ്കിൽ നമ്മൾ വഴിക്ക് പോകും, അവർ അവരുടെ വഴിക്കും അങ്ങ് പോകും. പക്ഷേ നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്, നമ്മൾ എത്രത്തോളം നമ്മുടെ സ്ട്രെസ് ഹോർമോൺസിനെ ആക്ടിവേറ്റ് ചെയ്തു, എത്രത്തോളം ദേഷ്യം പിടിച്ചു. പിന്നെ ഈ ദേഷ്യം കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകുന്നു, നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ പിള്ളേരോട് ദേഷ്യപ്പെടുന്നു, ഭാര്യയോട് ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ ആ ദേഷ്യം മൊത്തം പ്രകടിപ്പിക്കുന്നു. അവരോ ആ ഫ്രണ്ടിൽ പോയ കാറുകാരൻ എന്തെങ്കിലും പറഞ്ഞോ, പിന്നെ അവൻ്റെ വഴിയിൽ അവൻ്റെ വീട്ടിൽ പോയി. അപ്പം ചില സാഹചര്യത്തിൽ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മളെങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നനുസരിച്ചിരിക്കും നമ്മളുടെ ഇമോഷൻസിന്. അപ്പം ആ കാറുകാരനെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, നമുക്ക് ഒരു സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ, വഴിയെ പോയ വള്ളി എല്ലാം പിടിക്കുക എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ്. വഴിയെ പോയ ഒരുത്തൻ്റെ ചീത്ത പറഞ്ഞ് അവൻ്റെ വഴിക്ക് പോയി നമ്മൾ ആ വള്ളി പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക.